ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളാണ്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ സ്റ്റഡീനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സും ഫ്ലൂയിഡ് ഡൈനാമിക്സും. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? റെസ്റ്റിലുള്ള ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. മോഷനിലുള്ള ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അപ്പോൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ബിഹേവിയർ ഓഫ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് മോഷൻലെസ് ഫ്ലൂയിഡിൻ്റെ കേസിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ട് മാത്രമായിരിക്കും? പ്രഷർ കൊണ്ട് മാത്രമായിരിക്കും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് അവിടെ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ കമ്പോണൻ്റ് ഉണ്ടാവില്ല ഫ്ലൂയിഡ് റെസ്റ്റിലുള്ള കേസിൽ. അതായത് നമുക്കറിയാം ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഷിയർ സ്ട്രെസ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡീഫോം ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റിലുള്ള ഫ്ലൂയിഡിൻ്റെ കേസിൽ എന്തായിരിക്കും? ഒരു പ്രോപ്പർ ഷേപ്പിലായിരിക്കും. അതായത് കണ്ടെയ്നറിലാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പിലായിരിക്കും. അവിടെ ഷിയർ സ്ട്രെസ്, വിസ്കസ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലെങ്കിൽ നോ ഡീഫോർമേഷൻ ഇൻ ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ഫ്ലൂയിഡ് എന്തായിരിക്കും? സ്റ്റാറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും. അവിടെ എന്തായിരിക്കും? ആകെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് പ്രഷർ മാത്രമായിരിക്കും ആകെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് പ്രഷറും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്, പ്രഷർ മെഷറിങ് ഡിവൈസുകൾ, പിന്നെ ഗേജ് പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വാക്വം പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം എന്താ പ്രഷർ എന്ന് പറയുന്നത്? നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഫ്ലൂയിഡ് പെർ യൂണിറ്റ് ഏരിയ. നമുക്കറിയാം ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് എത്ര കമ്പോണൻ്റ് ഉണ്ടാവും? നോർമൽ കമ്പോണൻ്റ് ഉണ്ടാവും, ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഉണ്ടാവും. നോർമൽ കമ്പോണൻ്റ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ആണെന്ത്? നോർമൽ സ്ട്രെസ്. ടാൻജൻഷ്യൽ കമ്പോണൻ്റ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ആണെന്ത്? ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്. ഈ നോർമൽ കമ്പോണൻ്റ് അല്ലെങ്കിൽ നോർമൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെസ്റ്റിലുള്ള ഫ്ലൂയിഡിൻ്റെ കേസിൽ ഏത് കമ്പോണൻ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ? നോർമൽ കമ്പോണൻ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ പ്രഷർ മാത്രമേ റെസ്റ്റിലുള്ള ഫ്ലൂയിഡിൻ്റെ കേസിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ പ്രഷറിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് എങ്ങനെ പറയാം? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷറിൻ്റെ ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രഷറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. അതിന് മുന്നേ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിനൊരു പ്രോപ്പർ ഡയറക്ഷൻ ഉണ്ടാവില്ല. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. ഓക്കെ, അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് എപ്പോൾ ഓർത്ത് വെക്കുക. ഇനി ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? mL⁻⁻1 T⁻⁻². നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ mL⁻⁻2 ഡിവൈഡഡ് ബൈ ഏരിയയുടെ ഡയമെൻഷൻ ഫോർമുല L². അങ്ങനെയാകുമ്പോൾ പ്രഷറിൻ്റെ എന്താണ്? mL⁻⁻1 T⁻⁻². ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്, പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. പാസ്കലാണ് പ്രഷറിൻ്റെ SI യൂണിറ്റ്. പാസ്കൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? 1 ന്യൂട്ടൺ ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ 1 മീറ്റർ പെർ സ്ക്വയർ ഏരിയ. 1 meter square per area. 1 Newton of force acting on 1 meter square of area. അതായത് പാസ്കൽ ഈസ് ഈക്വൽ ടു 1 Newton per meter square ആയിരിക്കും. 1 Newton per meter square. അപ്പോൾ പ്രഷറിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പാസ്കൽ ഈസ് ഈക്വൽ ടു 1 Newton per meter square. പാസ്കൽ കമ്പാരിറ്റീവ്ലി എന്താണ്? സ്മോൾ യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രഷർ പാസ്കലിൽ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ കിലോ പാസ്കലിലോ മെഗാ പാസ്കലിലോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുക. ഇനി ഗേജ് പ്രഷർ ആണെങ്കിൽ സാധാരണ വരുന്ന യൂണിറ്റുകളാണെന്ത്? പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച്, അതുപോലെ തന്നെ കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ. പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് PSI അല്ലെങ്കിൽ കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇത് ഗേജ് പ്രഷർ ഗേജസിൽ സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ്. ഇനി ഹയർ വാല്യൂ ഓഫ് പ്രഷറിൻ്റെ കേസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റുകളാണെന്ത്? ബാറ്, ATM അറ്റ്മോസ്ഫിയർ, പിന്നെ മെഗാ പാസ്കൽ. അങ്ങനെയുള്ള കേസുകൾ എന്താണ്? ഹയർ പ്രഷറിൻ്റെ കേസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ബാർ, ATM, മെഗാ പാസ്കലൊക്കെ.
പിന്നെ നെഗറ്റീവ് പ്രഷർ അല്ലെങ്കിൽ വാക്വം പ്രഷർ അല്ലെങ്കിൽ വളരെ ലോ പ്രഷറൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റാണ് ടോർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഷറിൻ്റെ യൂണിറ്റ്സുകൾ. എന്തൊക്കെയാണ്? പാസ്കൽ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, PSI, പിന്നെ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ, ബാർ, ATM, ടോർ. ഇതൊക്കെയാണ് പ്രഷറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ. ഇനി ഈ യൂണിറ്റും കിലോ പാസ്കലും തമ്മിലുള്ള ഒരു കൺവേർഷൻസും ഓർത്ത് വെക്കുക. 1 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 98.1 കിലോ പാസ്കലാണ്. 1 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 98.1 കിലോ പാസ്കൽ. 1 PSI എന്ന് പറയുന്നത് 6.89 കിലോ പാസ്കലാണ്. 1 mm ഓഫ് HG എന്ന് പറയുന്നത് 0.1333 കിലോ പാസ്കലാണ്. 1 ബാർ എന്ന് പറയുന്നത് 100 കിലോ പാസ്കലാണ്. 1 ATM ഈസ് ഈക്വൽ ടു 101.325 കിലോ പാസ്കൽ അല്ലെങ്കിൽ 1.01325 ഇൻറ്റു 10⁵ പാസ്കൽ. ഇനി 1 ടോർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ടോർ എന്ന് പറയുന്നത് 0.133 കിലോ പാസ്കൽ അല്ലെങ്കിൽ 1 mm ഓഫ് HG. 1 ടോർ ഈസ് ഈക്വൽ ടു 1 mm ഓഫ് HG. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്, പ്രഷറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്. കൺവേർഷൻസ് ഓർത്ത് വെച്ചില്ലെങ്കിലും ഈ യൂണിറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ലോ ആണെന്ത്? പാസ്കൽസ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലോ ആണ്, അല്ലെങ്കിൽ വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ളൊരു ലോ ആണെന്ത്? പാസ്കൽസ് ലോ. നമ്മൾ ചെറിയ ക്ലാസ്സിലടക്കം പഠിച്ചിട്ടുള്ള ഒരു ലോ ആണല്ലേ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ പാസ്കൽസ് ലോ എന്താ പറയുന്നത്? Intensity of pressure at a point in a static fluid is equal in all direction. Intensity of pressure at a point in a static fluid is equal in all direction. അതായത് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൻ്റെ കേസിൽ പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വലി എന്ത് ചെയ്യും? എല്ലാ ഡയറക്ഷനിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വൽ ആയിരിക്കും. നിങ്ങൾ അത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൂയിഡ് എലിമെൻറ്റ് കൺസിഡർ ചെയ്യാം. ഒരു വെഡ്ജ് ഷേപ്പിലുള്ള ഫ്ലൂയിഡ് എലിമെൻ്റ് ആണ് ഇതെന്ന് വിചാരിക്കുക. വെഡ്ജ് ഷേപ്പിലുള്ള ഫ്ലൂയിഡ് എലിമെൻറ്റ്, ഇവിടെ ഇതിൻ്റെ തിക്നെസ് യൂണിറ്റ് തിക്നെസ് ആണെന്ന് വിചാരിക്കുക. Y ഡയറക്ഷനിലുള്ള ഡയമെൻഷൻ DY, X ഡയറക്ഷനിലുള്ള ഡയമെൻഷൻ DX, ഹൈപ്പോട്ടനസിലുള്ള DS. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇതിൽ Y ഡയറക്ഷനിൽ അല്ലെങ്കിൽ Y ഡയറക്ഷനിൽ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് X ഡയറക്ഷനിൽ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് PX, Y ഡയറക്ഷനിൽ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് PY, ഹൈപ്പോട്ടനസിന് നോർമലായിട്ട് PS ആണെന്ന് വിചാരിക്കുക. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ X ഡയറക്ഷനിലുള്ള ഫോഴ്സിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം X ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ ആയിരിക്കുമല്ലോ. പ്രഷർ ഈസിക്കൽ ടു ഫോഴ്സ് പെർ ഏരിയ, അപ്പോൾ ഫോഴ്സ് ഈസിക്കൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അങ്ങനെയാണെങ്കിൽ PX ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? DY ഇൻറ്റു യൂണിറ്റ് തിക്നെസ്, അപ്പോൾ PX ഇൻറ്റു DY. ഇനി അവിടെ X ഡയറക്ഷനിൽ വേറെ ഏതാ ഫോഴ്സ് ഉണ്ടാവുക? ഈ ഹൈപ്പോട്ടനസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ പ്രഷറിൻ്റെ, അല്ലെങ്കിൽ ഹൈപ്പോട്ടനസിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ അവിടെ ആ ഫോഴ്സിൻ്റെ X ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് അതെന്തായിരിക്കും? -PS സൈൻ തീറ്റ അല്ലേ? ഈ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? PS സൈൻ തീറ്റ ആയിരിക്കും. PS സൈൻ തീറ്റ ഇൻറ്റു ഏരിയ പറയുമ്പോൾ എന്താണ്? DS ഇൻറ്റു യൂണിറ്റ് തിക്നെസ് 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഈ കാണിച്ചതുപോലെ PX ഇൻറ്റു DY ഈസിക്കൽ ടു PS സൈൻ തീറ്റ DS എന്ന് എഴുതാം. ഇനി ഈ വെഡ്ജ് ഷേപ്പിലുള്ള എലിമെൻറ്റ് നോക്കുവാണെങ്കിൽ ഇത് തീറ്റ DY DX DS അല്ലേ? DS. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ തീറ്റ DS എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? സൈൻ തീറ്റ DS എന്ന് പറഞ്ഞാൽ DYക്ക് ഈക്വലാണ്. അതായത് PX DY ഈസിക്കൽ ടു PS DY എന്ന് എഴുതാം. അപ്പോൾ PX ഈസിക്കൽ ടു PS എന്ന് കിട്ടും. അതായത് X ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ഹൈപ്പോട്ടനസിന് ആക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പോട്ടനസിന് നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ Y ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
പി വൈ ഈസ് ഈക്വൽ ടു പി എസ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പി എക്സ് ഈസ് ഈക്വൽ ടു പി വൈ ഈസ് ഈക്വൽ ടു പി സെറ്റ് എന്ന് പറയും. അതായത് പ്രഷർ എല്ലാ ഡയറക്ഷനിലും ഈക്വലി എന്ത് ചെയ്യുന്നു, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈക്വലി ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ, ഇൻറ്റൻസിറ്റി ഓഫ് സ്റ്റാറ്റിക് ഫ്ലൂയിഡിലെ ഒരു പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പ്രഷർ ഹാസ് നോ ഡയറക്ഷൻ, അല്ലെങ്കിൽ പ്രഷർ എന്താണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ പാസ്കൽസ് ലോ എന്താ പറയുന്നത്, ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിരിക്കും. ഇതാണ് പാസ്കൽസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെയധികം ആപ്ലിക്കേഷനുള്ള ലോ ആണെന്ത്, പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഡെയിലി യൂസിൽ വളരെയധികം ആപ്ലിക്കേഷനുള്ള ലോ ആണെന്ത്, പാസ്കൽസ് ലോ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. ഇനി പാസ്കൽസ് ലോൻ്റെ അപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, നമ്മളെ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഡിവൈസുകൾ, ഒരുപാട് ഹൈഡ്രോളിക് ഡിവൈസ്, ഇതൊക്കെ എന്താണ്, പാസ്കൽസ് ലോ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് അറ്റ് എനി പോയിന്റ് ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ പ്രഷർ ബൈ സെയിം എമൗണ്ട് അറ്റ് എവരി അതർ പോയിന്റ് ഇൻ എ കണ്ടെയ്നർ. നമുക്കൊരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഒരു കണ്ടെയ്നറിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഒരു പ്രഷറിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ പ്രഷർ, അത് കാരണം ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത്, ആ പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലേക്കും സെയിം എമൗണ്ട് എന്ത് ചെയ്യും, സെയിം എമൗണ്ട് ഇൻക്രീസ് ഉണ്ടാവും. നമ്മൾ ഒരു പ്രഷറിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും സെയിം എമൗണ്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ പോയിന്റിലുള്ള പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതായിരിക്കും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഹൈഡ്രോളിക് ലിഫ്റ്റ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഈ 1 എന്നുള്ള പോയിന്റ് നോക്കുക, 2 എന്നുള്ള പോയിന്റ് നോക്കുക. 1 എന്നുള്ള പോയിന്റിൽ, അല്ലെങ്കിൽ 1 എന്നുള്ള പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ്, സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിൽ ഇവിടെ എന്താണ്, ഏരിയ A1 ആണ്. ഈ 2 എന്നുള്ള പോയിന്റിൽ ഏരിയ എന്താണ്, A2 ആണ്. ഓക്കെ, അപ്പോൾ A1 എന്ന് പറയുന്നത് A2വിനേക്കാൾ വളരെ വളരെ ചെറുതാണ്. ഇനി ഇവിടെ നമ്മൾ ഈ 1 എന്നുള്ള പോയിന്റിൽ ഒരു F1 എന്നുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, P1 ഈസ് ഈക്വൽ ടു F1/A1. നമ്മുടെ പാസ്കൽസ് ലോ പറയുന്നത് എന്താണ്, ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന P1 എന്നുള്ള പ്രഷർ, ആ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഈക്വലി എന്ത് ചെയ്യും, ഈ ഫ്ലൂയിഡിൽ ത്രൂ ഔട്ട്, കണ്ടിന്യൂസ് ഫ്ലൂയിഡിൽ ത്രൂ ഔട്ട് സെയിം എമൗണ്ട് എല്ലാ പോയിന്റിലും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ 2 എന്നുള്ള പോയിന്റിലും ആ പ്രഷർ തന്നെ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അപ്പോൾ P1 എന്ന് പറയുന്നത് P2വിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ P1 എന്നുള്ള പോയിന്റിലുള്ള പ്രഷറും P2 എന്നുള്ള പോയിന്റിലുള്ള പ്രഷറും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ 2 എന്നുള്ള പോയിന്റിലെ ഏരിയ എന്താണ്, വളരെയധികം ലാർജ് ആണ് അല്ലേ. അപ്പോൾ P2വിൻ്റെ ഇക്വേഷൻ എന്താണ്, F2/A2. അപ്പോൾ ഏരിയ ലാർജ് ആവുകയാണെങ്കിൽ ഈ പ്രഷർ P1 സെയിം ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം, ഈ ഫോഴ്സിൻ്റെ എമൗണ്ടും അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പോൾ എന്താ മീൻ ചെയ്യുന്നത്, 1 എന്നുള്ള പോയിന്റിൽ ഒരു ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സെയിം പ്രഷർ എന്ത് ചെയ്യും, ഈ P എന്നുള്ള പോയിന്റിൽ സെയിം പ്രഷർ ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ 2 എന്നുള്ള പോയിന്റിൽ നമുക്കൊരു ഗ്രേറ്റർ പ്രഷർ കിട്ടും, അല്ല ഗ്രേറ്റർ ഫോഴ്സ് കിട്ടും. അതായത് നമ്മളൊരു സ്മോൾ എഫേർട്ട് കൊണ്ട് ഒരു ഹെവി ലോഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് ചെയ്യും. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ പാസ്കൽസ് ലോൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് എക്യുപ്മെൻസിൻ്റെ ഒട്ടുമിക്ക ഹൈഡ്രോളിക് എക്യുപ്മെൻറ്റ്സ് എന്താണ്, പാസ്കൽസ് ലോ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പാസ്കൽസ് ലോ ഇത്രയേ പറയുന്നുള്ളൂ, എന്താണ്, if the pressure is increased at any point there is an increase in pressure by same amount at every other point in the container. അതായത് ആ ത്രൂ ഔട്ട് ആ ഫ്ലൂയിഡിൽ എന്തായിരിക്കും, ആ സെയിം എമൗണ്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഏത് 2 പോയിന്റിലും സെയിം എലിവേഷനിലുള്ള ഏത് 2 പോയിന്റിലെയും പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ സെയിം എലിവേഷനിലുള്ള ഏത് 2 പോയിന്റിലെയും പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഇതാണ് പാസ്കൽസ് ലോൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ആണ്.
അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. ഒരു റെസ്റ്റിലുള്ള ഫ്ലൂയിഡിൽ ഡെപ്തിനനുസരിച്ചിട്ട് പ്രഷറിലുണ്ടാകുന്ന വേരിയേഷൻ. ഹൈഡ്രോസ്റ്റാറ്റിക്സ് ലോ പറയുന്നത് എത്രയേ ഉള്ളൂ, ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ എ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഇവിടെ ഈ ഒരു ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുക, ഈ ഒരു എലിമെൻറ്റ് കൺസിഡർ ചെയ്യുക, ഫ്ലൂയിഡ് എലിമെൻറ്റ്, ഈ ഒരു എലിമെൻറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഫ്രീ സർഫസിൽ നിന്ന് ഡെപ്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരുമ്പോൾ ഈ പ്രഷറിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതായത് ഡി പി, പ്രഷറിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ, ഡെപ്തിനനുസരിച്ച് പ്രഷറിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സ്പെസിഫിക് വെയിറ്റ് പെർ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. സ്പെസിഫിക് വെയിറ്റ്, അതായത് ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി, അതിന് ഈക്വൽ ആയിരിക്കും എന്ത്? പ്രഷറിലുണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രഷർ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് നമ്മൾ ഇപ്പം ഡെപ്തിൽ നിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ആ പ്രഷർ ഡിക്രീസ് ചെയ്യുക. അതായത് സമയം ഫ്രീ സർഫസിൽ നിന്ന് താഴോട്ട് വരുവാണെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ റേറ്റ് ഓഫ് ഇൻക്രീസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിക്രീസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ലിക്വിഡിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഡി പി ബൈ ഡി സെഡ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി എന്ന് എഴുതാം. ഡി പി ബൈ ഡി സെഡ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈസ് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ജി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പം പ്രഷർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? റോ ജി ഇൻറ്റു സെഡ്. റോ ജി ഇൻറ്റു സെഡ് എന്ന് പറയുന്നത് ഡെപ്ത്. അങ്ങനെയാണെങ്കിൽ സെഡ് ഈസ് ഈക്വൽ ടു പി ബൈ റോ ജി എന്ന് എഴുതാം. പി ബൈ റോ ജി എന്ന് എഴുതാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. സെഡ് ഈസ് ഈക്വൽ ടു പി ബൈ റോ ജി എന്ന് പറയാം. പ്രഷർ ബൈ സ്പെസിഫിക് വെയിറ്റ് എന്ന് എഴുതാം. അതാണ് എന്ത്? പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ പർട്ടിക്കുലർ പോയിന്റിലെ ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഇനി പ്രഷർ വേരിയേഷനെ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റിൻ്റെ കേസിൽ, അതായത് ഈ കേസിൽ തന്നെ നമ്മൾ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിലാണെങ്കിലും കംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിലാണെങ്കിലും ഈ പ്രഷറിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. നമുക്കറിയാം ഇൻകംപ്രസിബിളിൻ്റെ ഫ്ലൂയിഡിൻ്റെ കേസിൽ എന്താണ്? ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ജി കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ അവിടെ വേരിയബിൾ എന്താണ്? ഡെപ്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രഷർ എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്? ഡെപ്തിന് ലീനിയർ ആയിട്ടായിരിക്കും വേരി ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ ഹൈറ്റിന് അല്ലെങ്കിൽ ഡെപ്തിന് ലീനിയർ ആയിട്ടായിരിക്കും ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിൽ വേരി ചെയ്യുന്നത്. അതേസമയം ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെന്ന് വിചാരിക്കുക. കംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്യാസസ്. കംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്? നമുക്കറിയാം കംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിൽ ഡെൻസിറ്റി എന്തല്ല? ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, ഡെൻസിറ്റിയും വേരിയബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം പ്രഷർ പി ഇസ് ഈക്വൽ ടു പി വി ഇസ് ഈക്വൽ ടു എം ആർ ടി, ഗ്യാസ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? റോ ആർ ടി എന്ന് എഴുതാം. മാസ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു പി ബൈ ആർ ടി എന്ന് എഴുതാം. കാരണം ഇവിടെ എന്താണ്? ഡെൻസിറ്റി വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷനിൽ പ്രഷർ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രഷർ ഈസ് ഈക്വൽ ടു പി ബൈ ആർ ടി ഇൻറ്റു ഡി സെറ്റ്. ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് പ്രഷറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 1/p ഇൻറ്റു ഡി പി ഈസ് ഈക്വൽ ടു 1/RT ഇൻറ്റു ഡി സെറ്റ് എന്ന് കിട്ടും. ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ടു ആ പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള പ്രഷറിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? അല്ലെങ്കിൽ പിന്നെ ln log p raised to p atmosphere to pz is equal to ഇവിടെ ജിയും കൂടി ഉണ്ട്, ടി സെറ്റ് ഇൻറ്റു ജി, അപ്പോൾ ജി സെഡ് ബൈ ആർ ടി എന്ന് കിട്ടും. ജി സെഡ് ബൈ ആർ ടി എന്ന് കിട്ടും. ഈ ln അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ആബ്സല്യൂട്ട് പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ആബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ്മോസ്ഫിയർ ഇൻറ്റു ഇ റേസ് ടു Gz by RT എന്ന് കിട്ടും. Gz by RT എന്ന് കിട്ടും. ഈ ഫോർമുലയിൽ നിന്ന് ഓർത്ത് നോക്കണ്ട, ജസ്റ്റ്
എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോണൻഷ്യലി ആയിരിക്കും വേരി ചെയ്യുന്നത്. അതായത് കംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിൽ ഡെപ്തിനനുസരിച്ചിട്ട് ഹൈറ്റിനനുസരിച്ചിട്ട് എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്, എക്സ്പോണൻഷ്യലി ആയിരിക്കും വേരി ചെയ്യുന്നത്. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിൽ, അത് ലിക്വിഡിൻ്റെ കേസിൽ ലീനിയർ ആയിട്ടും, ഗ്യാസിൻ്റെ കേസിൽ അവിടെ പ്രഷറിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പോണൻഷ്യലി ആയിരിക്കും വേരി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രഷറിനെയാണ്. അതായത് ഗേജ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഗേജ് പ്രഷർ, വാക്വം പ്രഷർ, ആബ്സല്യൂട്ട് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താണ് ഈ ടേമുകളൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? പേര് പോലെ തന്നെ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൻ്റെ വെയിറ്റ് കാരണം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അതായത് ആവറേജ് സീ ലെവലിലുള്ള പ്രഷറാണെന്ത്, അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്രഷർ എക്സേർട്ടഡ് ബൈ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണെന്ത്, ബാരോമീറ്റർ. അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. ബാരോമീറ്റർ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു മെർക്കുറി റിസർവോയറിൽ ഇൻവേർട്ടഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു വാക്വം ട്യൂബാണ്. ഈ ട്യൂബിനുള്ളിൽ എന്താ ഉണ്ടാവുക, വാക്വമാണ് ഉണ്ടാവുക. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ ഈ മെർക്കുറി എന്ത് ചെയ്യും, മെർക്കുറി ഈ ഗ്ലാസ് ട്യൂബിലേക്ക് റൈസ് ചെയ്യും. എത്ര വരെ റൈസ് ചെയ്യും, ഈ പ്രഷർ ബാലൻസ് ചെയ്യുന്ന അത്രയും ഹൈറ്റ് വരെ ഡെപ്ത്. അതായത് ഈ ഹെഡ് കൊണ്ട് ഈ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ബാലൻസ് ചെയ്യുന്ന ഹൈറ്റ് വരെ എന്ത് ചെയ്യും, മെർക്കുറി റൈസ് ചെയ്യും. അപ്പോൾ സാധാരണ നമ്മൾ 1 അറ്റ്മോസ്ഫിയർ പ്രഷർ 1 ATM എന്ന് പറയുന്നത് എത്രയാണ്, 760 mm ഓഫ് Hg ആണ്. മെർക്കുറിയുടെ ഇത് 760 mm ആയിരിക്കും. 760 mm ഹൈറ്റ് വരെയുള്ള 760 mm ആയിരിക്കും എന്ത്, മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റ്. അപ്പം 1 ATM എന്ന് പറയുന്നത് എത്രയാണ്, 760 mm ഓഫ് Hg. അപ്പോൾ ബാരോമെട്രിയിൽ ഉപയോഗിക്കുന്ന ബാരോമെട്രിക് ഫ്ലൂയിഡ് എന്താണ്, മെർക്കുറിയാണ് സാധാരണ ബാരോമീറ്ററിൽ ഉണ്ടാവും. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് ബാരോമീറ്റർ. അതിൽ ഉപയോഗിക്കുന്ന ബാരോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്, മെർക്കുറിയാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്ത് വെക്കണം. എന്തുകൊണ്ടാണ് മെർക്കുറി ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്നത്, വേറെ ഫ്ലൂയിഡ്, വേറെ ലിക്വിഡ്സ് അല്ലെങ്കിൽ വേറെ സബ്സ്റ്റൻസ് എന്തുകൊണ്ടാണ് ബാരോമീറ്ററിൽ ഉപയോഗിക്കാത്തത്? അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് മെർക്കുറിയുടെ ഹൈ ഡെൻസിറ്റി. മെർക്കുറിക്ക് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ബാലൻസ് ചെയ്യുമ്പോൾ ഒരു മാനേജബിൾ ആയിട്ടുള്ള, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഹൈറ്റുള്ള ഒരു കോളമായിരിക്കും അത് ഫോം ചെയ്യുന്നത്. അതേസമയം നമ്മൾ വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ വാട്ടറിൻ്റെ ഹെഡിൽ എത്ര ഉണ്ടാവും, 10.3 മീറ്റർ ആണ്. അത് എന്ത് ചെയ്യുക, അത് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു ഹൈറ്റ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹൈ ഡെൻസിറ്റിയാണ് ഒരു ഫാക്ടർ. പിന്നെന്താണ്, ലോ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് പെട്ടെന്ന് എവാപ്പറേറ്റ് ചെയ്യില്ല. പെട്ടെന്ന് എവാപ്പറേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഈ ട്യൂബിനുള്ളിൽ പെട്ടെന്ന് എവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ ആ വേപ്പർ കാരണം ഉണ്ടാകുന്ന സാധാരണഗതിയിൽ വാക്വം അല്ലേ വേണ്ടത്, വാക്വത്തിൽ എവാപ്പറേറ്റ് ചെയ്യുന്ന വേപ്പർ കാരണം ഉണ്ടാകുന്ന ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട്. അത് നമ്മുടെ മെഷർമെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം അതാണ് നെക്സ്റ്റ് ലോ വേപ്പർ പ്രഷറാണ് മെർക്കുറിയിലെ നെക്സ്റ്റ് പ്രോപ്പർട്ടി. പിന്നെ എന്താണ്, നോൺ വെറ്റിംഗ് ആണ്. ഈ ട്യൂബിൽ സ്റ്റിക്ക് ചെയ്യുന്നില്ല, ഈസിലി സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലൂയിഡാണ്. പിന്നെ വിസിബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് മെർക്കുറി ബാരോമെട്രിക് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൈ ഡെൻസിറ്റിയും ലോ വേപ്പർ പ്രഷറും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ബാരോമെട്രിക് ഫ്ലൂയിഡ് മെർക്കുറി ഉപയോഗിക്കാൻ കാരണം ഹൈ ഡെൻസിറ്റിയും ലോ വേപ്പർ പ്രഷർ, പിന്നെ വിസിബിലിറ്റി, നോൺ വെറ്റിംഗ് പ്രോപ്പർട്ടി. ഇത്രയും കാരണമാണ് മെർക്കുറി ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ATM അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്നുള്ള യൂണിറ്റിലാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ 1 ATM എന്ന് പറയുന്നത് പാസ്കലിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്, 1.01325 × 10⁵ പാസ്കലാണ്. 1 ATM = 1.01325 × 10⁵ പാസ്കൽ. ഇനി mm ഓഫ് Hg പറയുകയാണെങ്കിലോ 760 mm ഓഫ് Hg. ഇനി ടോറിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം 1 mm ഓഫ് Hg എന്ന് പറയുന്നത് 1 ടോറിന് ഈക്വലാണ്. അതായത് 1 ATM = 760 ടോർ. ബാർ എന്ന് പറയുന്നത് എന്താണ്, 1.03125 ബാർ. 1 ATM = 1.01325 ബാർ. PSI എന്ന് പറയുന്നത് 14.7 PSI. 1 ATM അല്ലെങ്കിൽ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 14.7 PSI. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെർക്കുറിയിൽ 760 mm ഓഫ് Hg, അതുപോലെ തന്നെ PSIയിൽ
PSI 14.7 PSI. ഇനി വാട്ടർ കോളത്തിൻ്റെ കേസിലാണെങ്കിൽ വാട്ടർ ഹെഡിൻ്റെ കേസിലാണ് എത്രയാണ് 10.3 മീറ്റർ ഓഫ് വാട്ടർ കോളം ആയിരിക്കും എന്ത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ആബ്സല്യൂട്ട് പ്രഷറാണ്. ആബ്സല്യൂട്ട് പ്രഷർ നമുക്കറിയാം എന്താ ആബ്സല്യൂട്ട് സീറോ പോയിന്റ് എന്ന് പറയുന്നത്. പോയിന്റ് ബിലോ വിച്ച് മോളിക്കുലർ ആക്ടിവിറ്റി സീസസ്. മോളിക്കുലർ ആക്ടിവിറ്റി ഫ്രീസ് ചെയ്യുന്ന പോയിന്റാണ് ആബ്സല്യൂട്ട് സീറോ പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രഷർ സീറോ. ആബ്സല്യൂട്ട് മോളിക്കുലർ ആക്ടിവിറ്റി സീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പ്രഷർ സീറോ ആയിരിക്കും. പ്രഷർ സീറോ ചെയ്യുന്ന ആ ആബ്സല്യൂട്ട് സീറോ കറസ്പോണ്ടിങ് ആയിട്ട് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അതൊരു ബേസ് ആയിട്ട് വെച്ചിട്ട് മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആബ്സല്യൂട്ട് പ്രഷർ എന്നത്. പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് റെഫറൻസ് ടു ആബ്സല്യൂട്ട് വാക്വം പ്രഷർ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് സീറോ. ആബ്സല്യൂട്ട് സീറോ പ്രഷറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതൊരു ഡാറ്റമായിട്ട് വെച്ചിട്ട് മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അതായിരിക്കും ഏറ്റവും സീറോ പോയിന്റ്, അതായത് മോളിക്കുലാർ മോഷൻ സീസ് ചെയ്യുന്ന സീറോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആബ്സല്യൂട്ട് സീറോ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് മെഷർ ചെയ്യുന്ന പ്രഷർ. ഇവിടെ ഓർത്തോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് പ്രഷർ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ആബ്സല്യൂട്ട് പ്രഷർ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു ഗ്രാഫ് നോക്കുക. പ്രഷർ വൈ ആക്സിസിൽ ആബ്സല്യൂട്ട് സീറോ പ്രഷറാണ്, ഈ എക്സ് ആക്സിസിൽ ഈ പോയിന്റ് എന്നത് ഈ എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് ആബ്സല്യൂട്ട് സീറോ പ്രഷർ. ഇവിടുന്ന് മുകളിലോട്ട് മെഷർ ചെയ്യുന്ന ഏതൊരു പ്രഷറും എന്താണ് ആബ്സല്യൂട്ട് പ്രഷറാണ്. ഇവിടെ നിന്ന് മുകളിലോട്ട് മെഷർ ചെയ്യുന്ന ഏതൊരു പ്രഷറും ആബ്സല്യൂട്ട് പ്രഷറാണ്. ഇനി നെക്സ്റ്റ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയർ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡാറ്റമായിട്ട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒരു ബേസ് പോയിന്റ് ആയിട്ട് ആയിട്ട് എടുത്തുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗേജ് മെഷർ എന്ന് പറയുന്നത്. അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് പ്രഷർ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് ഗേജ് പ്രഷറാണ്. അപ്പോൾ അവിടെ എന്താണ് ബേസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ബേസ് അല്ലെങ്കിൽ ഡാറ്റം പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഗേജ് പ്രഷർ മെഷർ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ സീറോ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡാറ്റമായിട്ട് കൺസിഡർ ചെയ്ത് മെഷർ ചെയ്യുന്ന പ്രഷറാണ് എന്ത് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയായിരിക്കും? ഗേജ് പ്രഷറിൻ്റെ കേസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അവിടുന്ന് മുകളിലോട്ടോ താഴോട്ടോ എന്ത് ചെയ്യാം മെഷർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഗേജ് പ്രഷർ എന്താവാം പോസിറ്റീവ് ഗേജ് പ്രഷറും വരാം, നെഗറ്റീവ് ഗേജ് പ്രഷറും വരും. ഇവിടെ നോക്കുക, ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് ആബ്സല്യൂട്ട് സീറോ എന്ന് മുകളിലോട്ട് മെഷർ ചെയ്യുന്ന മെഷർ, ഇത് എപ്പോഴും പോസിറ്റീവേ ഉള്ളൂ. അതേസമയം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇതാണ്, അവിടുന്ന് മുകളിലോട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ഗേജ് പ്രഷർ കിട്ടും. അവിടുന്ന് താഴോട്ട് വരുന്നതാണെന്ത് വാക്വം പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത് നെഗറ്റീവ് ഗേജ് പ്രഷർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡാറ്റമായിട്ട് വെച്ച് മെഷർ ചെയ്യുന്നതാണ് എന്ത് ഗേജ് പ്രഷർ. അത് നെഗറ്റീവും ആവാം പോസിറ്റീവും ആവാം. ഇനി വാക്വം പ്രഷർ. വാക്വം പ്രഷർ എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവ് ഗേജ് പ്രഷറിനെയാണ് വാക്വം പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴോട്ടേക്ക് മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് വാക്വം പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡയഗ്രം നോക്കുക. ഇവിടെ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പോയിന്റ് നോക്കുക. അവിടെ ആബ്സല്യൂട്ട് പ്രഷർ എന്താണ് പറയുന്നത് എന്താണ് പി ആബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഇത്രയും കൂടെ വരുന്നതാണ് എന്ത് ഈ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അതായത് പി അറ്റ്മോസ്ഫിയർ പ്ലസ് ഗേജ് പ്രഷർ. അതായത് എന്താണ് ഗേജ് പ്രഷർ പോസിറ്റീവ് ആണെങ്കിൽ ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഇനി വാക്വം പ്രഷർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആബ്സല്യൂട്ട് പ്രഷർ എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ താഴെയാണ്. അപ്പോൾ പി ആബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയർ മൈനസ് ഗേജ്. അതായത് വാക്വം പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? നെഗറ്റീവ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത് പി അറ്റ്മോസ്ഫിയർ മൈനസ് പി ആബ്സല്യൂട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വാക്വം പ്രഷർ എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് ഗേജ് പ്രഷർ ആണെങ്കിൽ പി ആബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആയിരിക്കും. വാക്വം പ്രഷർ എന്ന് പറയുന്നത് പി അറ്റ്മോസ്ഫിയർ മൈനസ് പി ആബ്സല്യൂട്ട് പ്രഷർ ആയിരിക്കും. അതായത്
വാക്വം പ്രഷർ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, അറ്റ്മോസ്ഫിയർ പ്രഷറിന് താഴെ ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ഗേജ് പ്രഷർ ആയിരിക്കും. ഇനി ഫ്രീ സർഫസിൽ എന്തായിരിക്കും, സാധാരണഗതിയിൽ ഒരു ലിക്വിഡിൻ്റെ കേസിൽ ഫ്രീ സർഫസിൽ നമ്മൾ അവിടെ പ്രഷർ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഇനി ആ ലിക്വിഡിൽ നിന്ന്, ഇപ്പോൾ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ ആ ലിക്വിഡിൽ നിന്ന് ഡെപ്തിലേക്ക് താഴോട്ട് പോകുന്നതനുസരിച്ചിട്ട് ഫ്രീ സർഫസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവുള്ളൂ. ഡെപ്തിലേക്ക് സെഡ് ഡെപ്തിൽ അല്ലെങ്കിൽ എച്ച് ഡെപ്തിലേക്ക് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, പ്രഷർ കൂടിക്കൂടി വരും അല്ലേ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഈ ഡെപ്ത് കാരണം ഉണ്ടാകുന്ന പ്രഷറും കൂടി ഉണ്ടാവും. അപ്പോൾ പി ആബ്സല്യൂട്ട് നമുക്ക് എങ്ങനെ എഴുതാം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഡെപ്ത് കാരണം ഉണ്ടാകുന്ന പ്രഷർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ്, റോ ജി എച്ച് അല്ലേ, പ്രഷർ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻക്രീസ് ഓഫ് പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, സ്പെസിഫിക് വെയിറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് റോ ജി എച്ച് എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് റോ ജി എച്ച് എന്ന് എഴുതാം. അതായത് ഒരു ഫ്രീ സർഫസ്, ലിക്വിഡിൻ്റെ ഫ്രീ സർഫസിൽ നിന്ന് എച്ച് ഡെപ്തിലേക്ക് വരുവാണെങ്കിൽ അവിടുത്തെ ആബ്സല്യൂട്ട് പ്രഷർ എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ആ ഹൈറ്റ് കാരണം അല്ലെങ്കിൽ ഡെപ്ത് കാരണം ഉണ്ടാകുന്ന പ്രഷർ ഇൻക്രീസ്. അപ്പോൾ ഇത്രയുമാണ് പ്രഷർ മെഷർമെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഷർ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എന്താണ് പ്രഷറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്, പിന്നെന്താണ് പാസ്കൽസ് ലോൻ്റെ അപ്ലിക്കേഷൻ, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, പിന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷർ, വാക്വം പ്രഷർ, അതുപോലെ തന്നെ ആബ്സല്യൂട്ട് പ്രഷർ. ഇത്രയും ടേംസ് നമ്മൾ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. താങ്ക് യു.